യെസ്, ബീഹാർ വീണ്ടും നിതീഷ് രാജിലേക്ക്. ബീഹാറിൽ NDAയുടെ തേരോട്ടം. 200ഓളം സീറ്റുകളിലാണ് സഖ്യം ലീഡ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന് യാതൊരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. കോൺഗ്രസ് ഒറ്റയക്കത്തിൽ ഒതുങ്ങി. SIR വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ഫലമാണ് ബീഹാറിലേത്. NDAയെ മഹാസഖ്യം തളയ്ക്കുമെന്നായിരുന്നു വോട്ടെണ്ണലിന്റെ ആദ്യഘട്ട സൂചന. എന്നാൽ ആദ്യ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ മഹാസഖ്യം കുത്തനെ കൂപ്പുകുത്തി. പിന്നെ കണ്ടത് NDAയുടെ തേരോട്ടം. ആ കുതിപ്പ് അവസാനം വരെയും തുടരുന്നു. 243 അംഗ നിയമസഭയിൽ 190-ലധികം സീറ്റുകളെന്ന വൻ ഭൂരിപക്ഷത്തോട് അടുക്കുകയാണ് NDA. ബീഹാറിൽ വീണ്ടും അധികാരമുറപ്പിക്കാൻ NDAയ്ക്ക് അധികം വിയർക്കേണ്ടി വന്നില്ല. 2020-ലെ 125 സീറ്റിൽ നിന്നുള്ള വലിയ വിജയം. 114 സീറ്റിൽ നിന്നാണ് മഹാസഖ്യം തകർന്നടിഞ്ഞത്. നിലവിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആണ്. 2020-ൽ 74 സീറ്റ് നേടിയ RJD ഇതിന്റെ പകുതി സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തിയ കോൺഗ്രസിന് ഒറ്റ സംഖ്യ കടക്കാനായില്ല. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്കും യാതൊരു ചലനവും ഉണ്ടാക്കാനായില്ല. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവും വിയർക്കുന്നു. RJDയുടെ വലിയ കോട്ടയെന്ന് കരുതുന്ന രാഘോപൂരിലാണ് ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടിറങ്ങിയ തേജസ്വിക്ക് മുന്നേറ്റമുണ്ടാക്കാനാകാതെ പോയത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. യെസ്, ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. BJP ആസ്ഥാനത്ത് നിന്ന് സജു തോമസ്, ഒപ്പം തന്നെ D ധനസുമോദ് വിവരങ്ങൾ നൽകും. സജുവിലേക്ക് ആദ്യം. സജു, 197 എന്ന ഒരു മാന്ത്രിക നമ്പറിലേക്ക് NDA സഖ്യം എത്തി നിൽക്കുന്നത് കാണുകയാണ്. ഒരുപക്ഷെ 200 കടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. മുഴുവൻ ഫലങ്ങളും ഡിക്ലെയർ ചെയ്യാനുള്ള സമയമാകുന്നതേയുള്ളൂ. എങ്ങനെ ഈ അവസാന നിമിഷം ഇപ്പോൾ ഒരു റിസൾട്ട് വന്നു നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് വിവിധ കക്ഷികളുടെ അടക്കം ലീഡ് നില? ജിൽസി, വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ബീഹാറിൽ NDA സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് BJP 90 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. JDU ആകട്ടെ 79 സീറ്റുകളിലാണ് നിലവിൽ ലീഡ് ചെയ്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് BJP ആസ്ഥാനത്താണ്. BJP ആസ്ഥാനത്ത് വലിയ ആഘോഷങ്ങളുമായിട്ട് പ്രവർത്തകർ എത്തിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് നേതാക്കൾ ഇവിടെ എത്തിയ പ്രവർത്തകർക്ക് മധുരമൊക്കെ വിതരണം ചെയ്തു. ഇവരുടെ ഈ പ്ലക്കാർഡുകളൊക്കെയും കാണാവുന്നതാണ്. അതായത് മോദിയെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല, മോദി ഹേ തോ മുംകിൻ ഹേ എന്നുള്ള വാചകം എഴുതിക്കൊണ്ടുള്ള മോദിയുടെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ്. ആഘോഷങ്ങളിലേക്കാണ് ബീഹാറിൽ കടന്നിരിക്കുന്നത്. വലിയ ആഘോഷത്തിന് നിറവിലാണ് ഇപ്പോൾ BJP ആസ്ഥാനം. വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തും. അതായത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എത്തുകയാണ്. ബീഹാറിൽ തങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിജയം ഉണ്ടാക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ടൊരു വിജയം നേടാനായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ നേതാക്കളൊക്കെ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. നിലവിലെ ലീഡ് നില പരിശോധിക്കുകയാണെങ്കിൽ BJP 90 സീറ്റുകളിലും, JDU 79 സീറ്റുകളിലും, RJD 30 സീറ്റുകളിലും, LJP 20, കോൺഗ്രസ് 5 സീറ്റുകൾ, മജ്ലിസ് പാർട്ടി 5 സീറ്റ്, അതുപോലെ തന്നെ RLJP 4 സീറ്റുകൾ, അതോടൊപ്പം തന്നെ മറ്റുള്ളവർ 10 സീറ്റുകൾ. അങ്ങനെയാണ് നിലവിലത്തെ ഒരു ലീഡ് നില എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് 2010-ലെ സീറ്റ് നില. 2010-ൽ എങ്ങനെയാണ് JDU BJPയും ഉണ്ടായിരുന്നത്, അത് ആവർത്തിച്ചു എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് വന്ന എക്സിറ്റ് പോളുകളെല്ലാം തന്നെ 130-നും 160-നും 167 വരെ മാത്രമാണ് ഒരു എക്സിറ്റ് പോൾ പറഞ്ഞത്. പക്ഷേ അതിനൊക്കെയും മറികടന്നുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവസാന നിമിഷത്തിൽ കണ്ടത്. കൃത്യമായിട്ട് BJP മുൻപോട്ട് വെച്ച വികസന ആശയങ്ങൾ, അല്ലെങ്കിൽ BJPയുടെ പ്രഖ്യാപനങ്ങൾ, അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള പ്രതീക്ഷ അത് ആദ്യഘട്ടം മുതൽക്ക് തന്നെ BJPയുടെ നേതാക്കൾക്കുണ്ടായിരുന്നു. അതാണ് ഈ സമയത്ത് അവരുടെ മുഖത്തെ സന്തോഷത്തിൽ നമുക്ക് കാണുവാനാകുന്നത്. പ്രത്യേകിച്ച് BJP നേതാക്കളൊക്കെയും പറയുന്നത് വികസനോത്മകമായിട്ടുള്ള BJPയുടെ ആശയങ്ങൾ ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായിട്ട് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ മുൻപോട്ട് നീങ്ങിയത് കൃത്യമായിട്ട് ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു ലീഡിലേക്ക് ബീഹാറിലെ NDA മാറിയതെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സജു, അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇപ്പോൾ BJDയുടെയും ഒപ്പം JDUവിൻ്റെയും ഒപ്പം തന്നെ BJPയുടെയും ഒക്കെ വളർച്ച പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ തളർച്ചയുണ്ടായിരിക്കുന്നത് RJDക്കും ഒപ്പം തന്നെ കോൺഗ്രസിനുമാണ് എന്ന് എടുത്തു പറയണം. RJD ഒക്കെ വലിയ രീതിയിൽ, അതായത് 2020-നെ അപേക്ഷിച്ച് കൂപ്പുകുത്തിയിരിക്കുന്നു. കോൺഗ്രസ് ഒറ്റ സംഖ്യയിലേക്ക് ഒതുങ്ങുന്നു. എങ്ങനെ ഈ തോൽവിയെ ന്യായീകരിക്കും? അത് ന്യായീകരിക്കാൻ ഒരു വാചകവുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗ്രൗണ്ടിൽ, പ്രത്യേകിച്ച്
ഈ ബീഹാറിലേക്ക് ഇറങ്ങി സംസാരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളോട് പല കാര്യങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ അവർക്ക് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളെ പറ്റി ഒന്നും അറിയില്ല. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം കൃത്യമായി അവിടെ പണിയെടുത്തില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകൊള്ള ആരോപണത്തെ പറ്റി ചോദിക്കുമ്പോൾ വോട്ടുകൊള്ള എന്നുള്ളത് എന്താണെന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് തിരിച്ചു ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് ഗ്രൗണ്ടിൽ പാർട്ടിക്ക് വേരോട്ടമില്ലാതായിട്ടുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അത് RJDക്കും JDUവിനും കോൺഗ്രസിനും പാർട്ടിക്ക് വേരോട്ടമില്ലാതായി മാറിയിരിക്കുന്നു. പാർട്ടി നിർജീവമായി മാറിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പോയിരിക്കുന്ന ഈ വോട്ടുകളെല്ലാം തന്നെ RJDയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും വോട്ടുകളാണ്. 19 സീറ്റുകൾ നേടിയ കോൺഗ്രസ് ആണ് 4ലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 77 അല്ലെങ്കിൽ 75 സീറ്റുകൾ നേടിയ RJDയാണ് ഇപ്പോൾ നിലവിൽ 30 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ പോയ സീറ്റുകളെല്ലാം തന്നെ RJDയുടെയും കോൺഗ്രസിന്റെയും സീറ്റുകളാണ്. അത് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ അത് അവസാന ഘട്ടത്തിൽ ഈ നേതാക്കളുടെയൊക്കെയും മുഖഭാവത്തിലും അവരുടെ പ്രഖ്യാപനങ്ങളിലും അവരുടെ വാചകങ്ങളിലും ഒഴുങ്ങിക്കേട്ടത് വലിയ രീതിയിൽ തന്നെ സർക്കാർ രൂപീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിന് അപ്പുറത്തേക്ക് വലിയ രീതിയിലേക്ക് ലീഡ് നില ഉയർത്താൻ BJPക്കും അതോടൊപ്പം തന്നെ NDAക്കും ആയിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിതീഷ് കുമാറിനെ മുൻനിർത്തി, അതായത് നിതീഷ് കുമാർ എന്ന ചൂണ്ടയിൽ ബീഹാറിലെ ജനങ്ങൾ കുടുങ്ങി എന്നുള്ളത് തന്നെയാണ്. ഈ വോട്ടെടുപ്പിന് മാസങ്ങൾക്ക് മുൻപായിട്ട് പ്രഖ്യാപിച്ച 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നൽകുന്ന 10,000 രൂപ അത് വോട്ടർമാർക്കിടയിൽ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് വലിയ തോതിൽ സ്ത്രീ വോട്ടർമാരെ JDUവിലേക്ക് അടുപ്പിച്ചത്. 2020 തെരഞ്ഞെടുപ്പിൽ 43-ൽ ചുരുങ്ങിയ JDU അത് മറികടന്ന് 80-ലേക്ക് എത്തുമ്പോൾ വലിയ മുന്നേറ്റമാണ് JDU ഉണ്ടാക്കിയിരിക്കുന്നത്. 80 സീറ്റുകൾ JDU നേടുമെന്ന് പറഞ്ഞാൽ BJPക്ക് ഒപ്പം JDU എത്തിയിരിക്കുകയാണ്. ഇരു പാർട്ടികളും മത്സരിച്ചിരുന്നത് 101 സീറ്റുകളിലാണ്. 101 സീറ്റുകൾ മത്സരിച്ചിരുന്ന ഇരു പാർട്ടികളും മത്സരിക്കുമ്പോൾ അതിൽ BJP 90 സീറ്റുകളും JDU 10 സീറ്റുകൾ, അതായത് JDUവിനേക്കാൾ 10 സീറ്റുകൾ അധികം മാത്രമാണ് BJPക്ക് നേടാനായത്. JDUവിനുള്ള വളർച്ച തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെയും അവിടുത്തെ പ്രായമായവരുടെ മനസ്സിൽ JDU അല്ലെങ്കിൽ നിതീഷ് കുമാർ എന്ന അധികായകനായിട്ടുള്ള നേതാവ്, രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്നുള്ളത് ബീഹാർ ജനത തെളിയിച്ചിരിക്കുകയാണ്. സജു, ഞാൻ തിരിച്ചെത്താം. ധനസുമോദ് കൂടെ ചേരുന്നുണ്ട്. സുമോദ്, വലിയ വിവാദങ്ങൾക്കിടെ നടന്ന തെരഞ്ഞെടുപ്പ്, SIRൽ നിന്ന് അർഹരായ ആളുകൾ, SIRനെ തുടർന്ന് അർഹരായ വോട്ടർമാർ പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നിരവധി പരാതികൾ ഉയർന്ന തെരഞ്ഞെടുപ്പ്. അതേസമയം വോട്ട് ചോരി ആരോപണവുമായി ബീഹാറിലുടനീളം രാഹുൽ ഗാന്ധി സഞ്ചരിച്ച് വലിയ ഓളമുണ്ടാക്കിയെന്ന് നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കടന്നു പോകുമ്പോൾ ഇപ്പോൾ വലിയ വിജയം NDA നേടിയിരിക്കുന്നു. ഈ ഒരു ആരോപണങ്ങൾ NDAയുടെ വിജയത്തിന്റെ തിളക്കം കുറയ്ക്കുന്നുണ്ടോ, അതോ മുഖ്യമന്ത്രി റോസ്ഗർ യോജന വഴി സ്ത്രീകളെ അടക്കം ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അത് അതിന്റെ പൂർണ്ണസ്ഥായിൽ ഫലം കണ്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു NDAയുടെ നേടിയൊരു വിജയത്തിന് പല ഘടകങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ഈ കോൺഗ്രസ് ഉയർത്തിയ വോട്ട് ചോരി ആരോപണം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതല്ല ഈ വിജയം. കാരണം ഇപ്പോൾ നമ്മൾ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 15 മണ്ഡലങ്ങളിലും എങ്കിലും നമുക്ക് ഒരു 3 അക്ക സംഖ്യയിലാണ് ഭൂരിപക്ഷം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഒരു 199 മുതൽ 988 വരെ ആണ് ഇതുവരെ ഉള്ള ഒരു ഭൂരിപക്ഷം വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ പല മണ്ഡലങ്ങളിൽ നിന്നും പല നിയോജകമണ്ഡലത്തിൽ നമ്മൾ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തതാണ്. പല ബൂത്തുകളിൽ നിന്നും 5 പേരെയോ 4 പേരെയോ വോട്ട് റദ്ദാക്കിയവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ആ പല പ്രാദേശികമായ പല നേതാക്കന്മാരോടും പ്രവർത്തകരോടും സംസാരിക്കുമ്പോൾ ഒരു ബൂത്തിൽ 10 പേരുടെയെങ്കിലും പേര് റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ പങ്കുവെക്കുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പേര് വോട്ട് ചെയ്യാൻ എത്തുകയും കൂടുതൽ പേരുടെ വോട്ട് ചേർക്കുകയും ചെയ്തപ്പോൾ ഈ റദ്ദായ വോട്ടുകളെല്ലാം അതിനകത്ത് മുങ്ങിപ്പോവുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല, സുപ്രീം കോടതിയിലടക്കം നിരന്തരം പറഞ്ഞതാണ് നിങ്ങൾ ഒരു റദ്ദാക്കിയ വോട്ടുകളുടെ ലിസ്റ്റ് കൊടുക്കാൻ. അത് ഇതുവരെ നൽകിയിട്ടില്ല. അതൊരു എപ്പിക് നമ്പർ അടിച്ചു നോക്കിയാൽ ഇവർക്ക് തന്നെ മനസ്സിലാക്കാം എന്നുള്ളൊരു കാര്യം ആണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എത്ര വോട്ടാണ് കൃത്യമായി നഷ്ടമായത് എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടില്ല. മാത്രമല്ല, നമ്മൾ ബീഹാറിൽ വിദ്യാവൻ സംഘം പ്രചരണം നടത്തി കഴിഞ്ഞപ്പോൾ, അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ, റിപ്പോർട്ടിങ്ങിന് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ പല വോട്ട് റദ്ദായ ആൾക്കാരും അവർ ദളിത്, മഹാദളിത്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അതായത് BJPക്ക് ഒരു സാധ്യതയും വോട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത ആൾക്കാരുടെ, അതൊരു മഹാസഖ്യത്തിന് വോട്ട് കിട്ടാൻ സാധ്യതയുള്ളവരുടെ വോട്ട് തന്നെയാണ് അവർക്കില്ലാതായത്. അതുകൊണ്ട് വോട്ട് ചോരി ആരോപണം അത് പൂർണ്ണമായും ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കഴുകിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം.
രണ്ടാമത്തത് ഈ തേജസ്വി യാദവിനോട് തേജസ്വി യാദവിൻ്റെ പ്രായത്തേക്കാൾ രാഷ്ട്രീയ പ്രായമുള്ള ഒരാളാണ്, ഒരു സീസണൽ രാഷ്ട്രീയക്കാരനാണ് നിതീഷ് കുമാർ. തേജസ്വി യാദവ് ആദ്യം തന്നെ എല്ലാവർക്കും പെൻഷൻ പദ്ധതിയായി 1500 രൂപ നൽകും എന്ന് പറയുമ്പോൾ നിലവിൽ 400 രൂപ എന്ന പെൻഷൻ അദ്ദേഹം 1100 രൂപയാക്കിയാണ് നിതീഷ് കുമാർ ചെയ്യുന്നത്. ബാക്കി അധികാരത്തിലെത്തിയതിനു ശേഷം ചെയ്യാമെന്ന് പറയുന്നു. 10,000 രൂപ ഓരോ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ഇതെല്ലാം ഒരു സ്ത്രീകളുടെ വോട്ടിനെ വലിയ തരത്തിൽ സ്വാധീനിച്ചിരുന്നു. മാത്രമല്ല ഈ വോട്ട് ചോരി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വോട്ട് അധികാര യാത്ര നടത്തിയ അതിൻ്റെ ആ തരത്തിലുള്ള എല്ലാവിധത്തിലുള്ള ഒരു ജനപ്രീതിയും ഇടിച്ചു കളയുന്നതായിരുന്നു പിന്നീട് നടത്തിയ തർക്കങ്ങൾ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ പരസ്പരം മത്സരിച്ച സീറ്റുകളിൽ ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടു എന്നുള്ള കാര്യമാണ് കാണുന്നത്. ഇപ്പോൾ ചില സീറ്റുകളിൽ 8000 വോട്ടുകളാണ് ഇപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥി CPI ആണ് അവിടെ നിൽക്കുന്നത്. അനൗദ്യോഗിക സ്ഥാനാർത്ഥിയായി റിബലായി മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി 8000 വോട്ട് പിടിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷേ 8000 വോട്ടിനാണ് ഈ CPIയുടെ സ്ഥാനാർത്ഥി തോൽക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ അതൃപ്തിയും പരസ്പരം തമ്മിലടിയും വിമാനത്താവളത്തിൽ തന്നെ ഉള്ള ഒരു തമ്മിലടി നമ്മൾ കണ്ടതാണ്. ഈ തരത്തിലുള്ള തമ്മിലെ ഒരു പോരാട്ടവും ഒരു കൃത്യമായ ഒരു അജണ്ട വെച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തതും ഈ തരത്തിലുള്ള ഒരു ശോചനീയാവസ്ഥ, ഇവർക്ക് ശൗചാലയങ്ങളില്ല, വീടില്ല, തൊഴിലില്ല, തൊഴിലിനായി ജനങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടായെങ്കിൽ പോലും ഇതിന് ഒന്നും ഒരു പരിഹാരമല്ല ഒരു 10,000 രൂപ എന്നുള്ളൊരു കാര്യം കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മുന്നണിക്ക് കഴിഞ്ഞില്ല. അതുകൂടി ഒരു പരാജയത്തിലേക്ക് നയിച്ച പ്രധാന ഘടകമാണ്. ധനസുമോദ, നമുക്കറിയാം അത് മഹാസഖ്യത്തിലെ പടലപ്പിണക്കങ്ങൾ പല തവണയായി മറനീക്കി പുറത്തു വന്നതാണ്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയ സമയത്തൊക്കെ അല്ലെങ്കിൽ സീറ്റ് വിഭജന സമയത്തൊക്കെ ഒരുപക്ഷെ RJDയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ എത്തിയിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ദേശീയ മാധ്യമങ്ങളിലടക്കം ദേശീയ തലത്തിലടക്കം വലിയ ചർച്ച ചെയ്ത വോട്ടർ അധികാര യാത്ര, അത് എന്താണ് ബീഹാറിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കോൺഗ്രസിന്റെ അമ്പയെ തകർന്ന സംഘടനാ പാടവം അല്ലെങ്കിൽ സംഘടനാ ദൗർബല്യമാണ് അവിടെ വെളിപ്പെട്ടതെന്ന് പറയാം. കാരണം സജു തന്നെ പറയുകയുണ്ടായി, പലയിടത്തും ഈ വോട്ടർമാർക്ക് എന്താണ് വോട്ടർ അധികാര യാത്ര എന്ന് പോലും അറിയാത്ത സ്ഥിതിയുണ്ടായി. ഇത്രയും കൊണ്ടുപിടിച്ച പ്രചാരണങ്ങൾ നടത്തി അവിടെ മുഴുവൻ രാഹുൽ ഗാന്ധി 1 മാസത്തോളം നടന്ന് യാത്ര ചെയ്തിട്ടും ഇത്തരം കാര്യങ്ങളിലൊന്നും വോട്ടർമാരിലേക്ക് എത്തിക്കാൻ പറ്റാത്ത രീതിയിൽ മഹാസഖ്യം അവിടെ വളരെ മോശം പ്രവർത്തനമാണോ കാഴ്ചവെച്ചത്? ഈ യുദ്ധതന്ത്രത്തിൽ ജിൽസി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. നിങ്ങളുടെ തേരുകളും ആനകളുമല്ല നിങ്ങളെ യുദ്ധത്തിൽ സഹായിക്കുന്നത്, വിജയത്തിലേക്ക് നയിക്കുന്നത് കാലാൾപ്പടയായിരിക്കുമെന്ന്. അതായത് ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ഈ വോട്ടർ അധികാര യാത്ര, അദ്ദേഹം ആ ആശയം താഴെത്തട്ടിലേക്ക് ജനങ്ങളിലേക്ക്, അതായത് കോൺഗ്രസ്സുകാർ അല്ലാത്തവരിലേക്ക് എത്തിക്കേണ്ടത് താഴെത്തട്ടിലെ ആളുകളാണ്, താഴെത്തട്ടിലെ പ്രവർത്തകരാണ്. അവിടെ കൃത്യമായി ഒരു DCC ഇല്ല, ബ്ലോക്കില്ല, മണ്ഡലം കമ്മിറ്റികളില്ല. അങ്ങനെ ഈ കേരളത്തിലെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ പോലും ഒരു 50-1 സംവിധാനം പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. നേരത്തെ ആദ്യം അധികാരം നഷ്ടമായത് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് നിരന്തരം അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം തൂത്തെറിഞ്ഞ ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ബീഹാർ. പിന്നീട് ആ സംസ്ഥാനത്തിലേക്ക് തിരികെ പ്രവേശിക്കാനായിട്ട്, അധികാരത്തിലേക്ക് തിരികെ എത്താനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ കോൺഗ്രസിന് കഴിയാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തന്നെ ഈ താഴെത്തട്ടിലെ ഒരു കമ്മിറ്റികൾ പുനരുജ്ജീവിപ്പിക്കാനോ അല്ലെങ്കിൽ താഴെത്തട്ടിൽ കമ്മിറ്റികൾ രൂപീകരിക്കാനോ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ ഇത് ചാർജുള്ള കൃഷ്ണ അല്ലാവൂർ അടക്കമുള്ള നേതാക്കന്മാരെ മർദ്ദിക്കുന്നത്, അതും എയർപോർട്ടിലിട്ട് മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇവർ പൈസ വാങ്ങിയാണ്, ക്യാഷ് വാങ്ങിയിട്ടാണ് ഈ പല സ്ഥലങ്ങളിലും സീറ്റ് നൽകി എന്നുള്ള പ്രചരണം സംഘടിപ്പിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ആ തരത്തിലുള്ള കോൺഗ്രസിൻ്റെ പ്രശ്നം, പിന്നെ തമ്മിലടി, ഈ തുടങ്ങിയ കാര്യങ്ങളിൽ കുടുങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ കോൺഗ്രസിനും മഹാസഖ്യത്തിനും ഇത്തരത്തിലുള്ള ഒരു തോൽവി സംഭവിച്ചത്. ഈ കോൺഗ്രസിന് തോൽവി സംഭവിച്ചു എന്ന് കരുതി കോൺഗ്രസ് ഉയർത്തിയ ആശയങ്ങളുടെ ഒരു തോൽവി സംഭവിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ കണക്കുകൾ നമുക്ക് വ്യക്തമാക്കുന്നത്. കാര്യം ഈ ഓരോ ബൂത്തിൽ നിന്നും 5 പേരെ വെച്ച് മാറ്റിയാൽ പോലും ഒരു 3000 പേരെ പോലും ഒരു വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റാനുള്ള ഒരു സാഹചര്യം ഉള്ള ഒരു സംസ്ഥാനമാണ്. അത്രയ്ക്ക് വോട്ടർമാർ ഉള്ളൊരു സംസ്ഥാനമാണ്. പക്ഷെ ഇതെല്ലാം ഈ തോൽവിയുടെ കാരണങ്ങളും എല്ലാം കാലേ കൂട്ടി ഇത് പരിഹരിക്കുന്നതിൽ ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടു കൊണ്ടുപോയതാണ് ഈ വോട്ട് ചോരി അടക്കമുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങൾ നിഷ്ഫലമാകാനുള്ള ഒരു കാരണം. ശരി സുമോദ്, ഞാൻ തിരികെ എത്താം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. SIR ആണ് ലീഡ് ചെയ്യുന്നതെന്നാണ് കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ വിമർശനം. തെരഞ്ഞെടുപ്പിന് മുൻപ് NDA പണം വിതരണം ചെയ്തുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിച്ചെന്നും അശോക് ഗെഹ്ലോട്ട് ആരോപിച്ചു. SIR, വോട്ട് ചോരി എന്നിവയ്ക്കിടയിൽ ജനങ്ങൾ വലിയ ധൈര്യം കാണിച്ചുവെന്നായിരുന്നു പവൻ ഖേഡയുടെ പ്രതികരണം.
രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ ബീഹാർ ജനത തിരസ്കരിച്ചുവെന്ന് അനിൽ ആന്റണി. ബീഹാർ ജനത നരേന്ദ്രമോദിയിൽ വിശ്വാസമർപ്പിച്ചു. ജനങ്ങൾക്ക് എൻഡിഎയിലും BJPയിലും വിശ്വാസമുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകടനമാണ് BJP നടത്തുന്നതെന്നും അനിൽ ആന്റണി മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇന്ന് ബീഹാർ ആയാലും എല്ലായിടത്തും ഇന്ന് NDAയ്ക്കും മോദിജിക്കും ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണെന്നുള്ളൊരു അന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. അതുപോലെ ഇപ്പം പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി, അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഓരോ വിഷയങ്ങൾ, ഇപ്പോൾ SIRനെ കുറിച്ച് അദ്ദേഹം നടത്തിയ തെറ്റിദ്ധരിപ്പിക്കൽ, അതുപോലെ EVMനെ കുറിച്ച് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കൽ, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അതുപോലെ വോട്ട് ചോരിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ജനങ്ങൾ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചു. ഇത് കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു. സജു തോമസിലേക്കാണ്. സജു, ഇതിൽ തകർന്നടിഞ്ഞ പാർട്ടികളുടെ എണ്ണം എടുത്താൽ സ്വാഭാവികമായിട്ടും അതിൽ കോൺഗ്രസും RJDയും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കറുത്ത കുതിരയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് ജൻസ്വരാജ് പാർട്ടിയാണ്. പ്രശാന്ത് കിഷോറിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്റെ പാർട്ടി യാതൊരു തന്ത്രവും അവിടെ ഫലം ചെയ്യാതെ തകർന്നടിഞ്ഞിരിക്കുന്നു. എന്താണ് അതിന് കാരണം? ദിൽസി, പ്രധാനമായിട്ടും 238 സീറ്റുകളിലാണ് പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടി മത്സരിച്ചത്. പക്ഷേ ഒരു സ്ഥലത്ത് പോലും ലീഡ് ചെയ്യാൻ ജൻസ്വരാജ് പാർട്ടിക്ക് ആയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് JDU ഒരിക്കലും ഒരു 25 സീറ്റിലധികം നേടില്ല, 25 സീറ്റിനപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഈ പാർട്ടി പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുമെന്നാണ് ഒരു ഘട്ടത്തിൽ പ്രശാന്ത് കിഷോർ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വാക്കുകളൊക്കെയും അസ്തമിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് JDUവിന്റെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് ഈ സീമാഞ്ചൽ അടക്കമുള്ള അരാരിയ, കിഷൻഗഞ്ച്, സീമാഞ്ചൽ അടക്കമുള്ള ഈ മുസ്ലിം വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലകളിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ NDA മുന്നണിക്കായിട്ടുണ്ട്. അവിടെയൊക്കെയും ഈ OIC സീറ്റുകൾ പിടിച്ചെങ്കിൽ പോലും തന്നെ അവിടെയൊന്നും ഈ ജൻസ്വരാജ് പാർട്ടിക്ക് വലിയ ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ നേട്ടമോ ഉണ്ടാക്കാനായിട്ടില്ല. അതായത് ഇപ്പോൾ ഏകദേശം ഇന്നലെ പുറത്തു വന്നതിൽ 12 എക്സിറ്റ് പോൾ സർവേകളിൽ 9 സർവേകളും പറഞ്ഞത് 5 മുതൽ 8 സീറ്റുകൾ വരെ പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടി നേടും എന്നുള്ളതാണ്. പക്ഷേ ജൻസ്വരാജ് പാർട്ടിക്ക് ഒരു സീറ്റുകൾ പോലും നേടാനായിട്ടില്ല. ഒരിടത്ത് പോലും, ഒരു ഘട്ടത്തിൽ പോലും മുന്നിൽ വരാനല്ല. പ്രത്യേകിച്ച് യുവാക്കളുടെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു പാർട്ടി, മുന്നോക്കക്കാരുടെ പാർട്ടിയാകും അല്ലെങ്കിൽ ഒരു ഈ വോട്ട് കട്ടറായി മാറും എന്നുള്ള ചില പ്രതീക്ഷകളും അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നെങ്കിൽ പോലും അതിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് JDUവിന്റെയും BJPയുടെയും ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് പ്രശാന്ത് കിഷോർ ഉന്നയിച്ച ആ വിഷയങ്ങൾ അവിടുത്തെ യുവാക്കൾ ഏറ്റെടുത്തിട്ടില്ല. ആ വോട്ടുകൾ പോലും പോയിരിക്കുന്നത് JDUവിനും അതോടൊപ്പം തന്നെ BJPക്കുമാണ്. ജൻസികളുടെ വോട്ടുകൾ പ്രശാന്ത് കിഷോർ നേടുമെന്നുള്ള ചില പ്രഖ്യാപനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം 3000 കിലോമീറ്റർ യാത്ര ചെയ്തു, ഈ ജനങ്ങളുമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഈ പ്രകടനങ്ങളെല്ലാം തന്നെ യുവാക്കളായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പുതിയ വോട്ടർമാർ, 20 ലക്ഷത്തോളം വരുന്ന പുതിയ വോട്ടർമാർ അത് ഈ JSPയെ, ജൻസ്വരാജ് പാർട്ടിയെ പിന്തുണയ്ക്കുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ ആദ്യ വിശദീകരണം അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ. പക്ഷേ ആ വ്യാഖ്യാനങ്ങളൊക്കെ അപ്രസക്തമാക്കുന്ന ഒരു ഫലമാണ് വന്നിരിക്കുന്നത്. ഫലം ഏറ്റവും ഒടുവിൽ പുറത്തു വന്നപ്പോഴും ജൻസ്വരാജ് പാർട്ടി ചിത്രത്തിലേ ഇല്ല. ജൻസ്വരാജ് പാർട്ടിക്ക് ബീഹാറിൽ വേരുറപ്പിക്കാനായിട്ടില്ല. അതായത് പല പാർട്ടികൾക്കും തന്ത്രം മെനഞ്ഞു കൊടുത്ത, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറ്റാൻ അഹോരാത്രം പണിയെടുത്ത പ്രശാന്ത് കിഷോറിന് അദ്ദേഹത്തിന് ജന്മനാട്ടിൽ പോലും വേരുറപ്പിക്കാനായിട്ടില്ല. അദ്ദേഹത്തിന് നിലം തൊടാനാവാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഫലം വന്നപ്പോൾ നിലവിലുള്ളത്. സജു, ഒപ്പം തന്നെ നേട്ടമുണ്ടാക്കിയ മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് ചിരാഗ് പാസ്വാന്റെ LJP ആണ്. കഴിഞ്ഞ തവണ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്തവണ 29 സീറ്റ് നൽകിയതിനെ തുടർന്ന് മുന്നണിക്കുള്ളിൽ തന്നെ LJP എന്തിനിത്ര സീറ്റ് നൽകി, പാസ്വാൻ വിഭാഗം വെറും 5% മാത്രമാണ് ബീഹാറിൽ തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച് അത് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നെങ്കിലും 21 സീറ്റുകൾ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ട് LJP വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു. അതിനെ എങ്ങനെ കാണാം? ദിൽസി, പ്രധാനമായിട്ടും ഈ ചിരാഗ് പാസ്വാന്റെ LJP ആദ്യഘട്ടത്തിൽ നിതീഷ് കുമാറുമായിട്ട് പ്രതിസന്ധി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ആരെന്നുള്ളതിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ നിലനിന്നിരുന്നു. അത്തരത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസം ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് ഇവരുടെ അടി അവസാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ തുടർന്നത്. പക്ഷേ അതൊക്കെയും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് BJP മുൻപോട്ട് പോയത്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാണേണ്ടത് 2015-ലും 2020-ലും JDUവിലും അതോടൊപ്പം തന്നെ BJPയിലും ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് 2015-ലും 2020-ലും JDUവിനും
അതോടൊപ്പം തന്നെ BJPക്കും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തത്. മറിച്ച് 2010 നോക്കുകയാണ്, 2010 100-ലധികം സീറ്റുകളാണ് അവിടെ JDU നേടിയത്. BJP നേടിയത് 90-ലധികം സീറ്റുകളാണ്. അതേ നില തന്നെയാണ് ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. JDUവും BJPയും വലിയ നേട്ടമുണ്ടാക്കി. അതായത് JDUവിൻ്റെയും BJPയുടെയും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ അത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണ മനസ്സോടുകൂടി ഈ പ്രവർത്തകർ നേതാക്കളും പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്ര വലിയൊരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത്. LJPയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഒരു യുവ നേതാവാണ്. പ്രത്യേകിച്ച് തേജസ്വി യാദവിന് നേരെ ഓപ്പോസിറ്റ് വെക്കാൻ പറ്റുന്ന ഈ പക്ഷത്തിൽ, അതായത് NDA പക്ഷത്തിലെ ഒരു യുവ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എല്ലാ റാലികളിലും എല്ലാ പ്രഖ്യാപന വേദികളിലും ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു നേതാവായിരുന്നു ചിരാഗ് പാസ്വാൻ. നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പങ്കുവെക്കുന്ന വലിയ മുന്നേറ്റം ഉണ്ടാക്കും, വലിയ സ്ട്രൈക്ക് റേറ്റോട് ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെ അത് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. 29 സീറ്റ് മത്സരിച്ചാൽ അതിൽ 20 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റിലേക്ക് ഈ LJP കൊണ്ടെത്തിക്കുന്നതിൽ അവരുടെ ലീഡ് ക്യാമ്പയിനർ പാർട്ടി അധ്യക്ഷനായ ചിരാഗ് പാസ്വാന്റെ പങ്ക് ഏറെയാണ്. അദ്ദേഹം പല സ്ഥലങ്ങളിൽ അദ്ദേഹം എത്തുകയും ഈ യുവാക്കളുടെ അധികം വോട്ട്, അദ്ദേഹം നമ്മോട് പറഞ്ഞത് ഒരു കൺവെൻഷണൽ പൊളിറ്റീഷ്യനായിട്ട് മാറിയിരിക്കുകയാണ് തേജസ്വി യാദവ് എന്നാണ്. അദ്ദേഹത്തിന് ഒരു യാഥാസ്ഥിതിക പൊളിറ്റീഷ്യനാണ്, അല്ലെങ്കിൽ യാഥാസ്ഥിതിക രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് പിന്തുടരുന്ന മുസ്ലിം യാദവ MY അല്ലെങ്കിൽ MY ഫോർമുലയാണ് അദ്ദേഹം ഇപ്പോൾ പിന്തുടരുന്നത്. പുതിയ കാലഘട്ടത്തിൽ ആ ഫോർമുല അല്ല. എന്നാൽ ഞാൻ പിന്തുടരുന്നത് MY, അതായത് അത് മുസ്ലിം അല്ല, അതായത് അത് സ്ത്രീകൾക്ക് വേണ്ടിയും യുവാക്കൾക്ക് വേണ്ടിയുമുള്ള പുതിയ ഫോർമുലയാണ് ഈ കാലഘട്ടത്തിൽ പിന്തുടരേണ്ടത്. അത് LJPക്ക് കൃത്യമായി അറിയാമെന്ന് നമ്മോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവച്ചതാണ്. അത് കൃത്യമായിട്ട് അദ്ദേഹം പിന്തുടർന്നിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചത്. 20 സീറ്റുകളിലാണ് LJP മുന്നേറുന്നത്. BJPയുടെ ഒപ്പം തന്നെ കിടപിടിക്കത്തക്ക രീതിയിൽ മുന്നേറാൻ ചെറു പാർട്ടിയായ LJPക്ക് അവരുടെ പോക്കറ്റുകളിൽ ആയിട്ടുണ്ട്. 2020 JDUവിനെതിരെ മത്സരിച്ച് 1 സീറ്റുകൾ മാത്രമാണ് വിജയിക്കാനായത്. അന്ന് JDUവിന്റെ വോട്ടുകൾ കട്ട് ചെയ്തതിൽ പ്രധാനിയായത് LJP ആയിരുന്നു, ചിരാഗ് പാസ്വാൻ ആയിരുന്നു. ആ വൈര്യം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മനസ്സിൽ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ 29 സീറ്റുകൾ നൽകുന്നതിനെ വലിയ രീതിയിൽ എതിർത്തത്. പക്ഷേ ഈ ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ ഇവരൊക്കെയും ഒന്നിച്ചു നിന്നത്, പ്രത്യേകിച്ച് ഉപേന്ദ്ര കുശ്വാഹിന്റെ പാർട്ടി അടക്കമുള്ള പാർട്ടികൾ ഒന്നിച്ചു നിന്നത് BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാനായിട്ടുണ്ട്, NDAക്ക് വലിയ നേട്ടമുണ്ടാക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു മാർജിനിലേക്ക്, പ്രത്യേകിച്ച് ഈ പ്രവചനങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള വലിയൊരു മാർജിനിലേക്ക് ബീഹാറിൽ NDA സഖ്യത്തിന് എത്താനായത്. എന്തായാലും ബീഹാറിൽ NDA സഖ്യത്തിന്റെ വലിയ മുന്നേറ്റമാണ് കാണുന്നത്. അങ്ങനെ തുടർച്ചയായി വീണ്ടും അധികാരത്തിലേക്ക് നടന്നെടുക്കുകയാണ് നിതീഷ് കുമാർ. തുടർച്ചയായി 5ാം തവണയും ബീഹാറിന്റെ ഭരണം അരക്കിട്ടുറപ്പിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്ഭുതം സൃഷ്ടിക്കുകയാണ് നിതീഷ് കുമാർ. ഭരണവിരുദ്ധ വികാരം എന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയും സൗജന്യ പദ്ധതികളിലൂടെയും മറികടന്ന നിതീഷ് കുമാർ മഹാസഖ്യത്തെ നിഷ്പ്രഭമാക്കിയാണ് 5ാം തവണയും വെന്നിക്കൊടി പാറിച്ചത്. അജയ്യം അനിഷേധ്യം പാടലീപുത്രത്തിന്റെ സിംഹാസനത്തിൽ ഇനിയൊരു 5 കൊല്ലം കൂടി നിതീഷ് ചാച്ച തന്നെ തുടരും. ജനമനസ്സറിഞ്ഞ് എതിരാളികളുടെ ദൗർബല്യം തിരിച്ചറിഞ്ഞ് അമ്പുകളെയ്ത് നിതീഷ് കുമാറിന്റെ അധികാരയാത്ര 4 നൂറ്റാണ്ടിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ കുറി 43 സീറ്റിലേക്ക് വീണുപോയപ്പോൾ 5 വർഷത്തിനിപ്പുറം സീറ്റെണ്ണം 77ലേക്ക് എത്തിച്ച് NDA എന്ന മുന്നണിയെ വീണ്ടും തന്റെ കാൽക്കീഴിലാക്കിയ ചാണക്യതന്ത്രം. ഭരണവിരുദ്ധ വികാരവും തൊഴിലില്ലായ്മയും ഒപ്പം SIRും വോട്ട് മോഷണവുമൊക്കെ ആയുധമാക്കി മഹാസഖ്യം പ്രചാരണങ്ങൾ നടത്തിയെങ്കിലും അതിനെ കൃത്യമായ സോഷ്യൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗിലൂടെ നിതീഷ് മറികടന്നു. തിരിച്ച് RJDക്കെതിരെ തൊടുത്തുവിട്ട ജംഗിൾ രാജ്, കുടുംബാധിപത്യം, അഴിമതി തുടങ്ങിയ അസ്ത്രങ്ങൾ വോട്ടർമാരിൽ ശക്തമായ പ്രതിഫലനമുണ്ടാക്കി. ദരിദ്ര ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങളിലെ സ്ത്രീകളുടെ അക്കൗണ്ടുകളിൽ 10,000 രൂപ ഇട്ടുകൊടുത്തതും വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രമായി. മഹാസഖ്യം യാദവ മുസ്ലിം വോട്ടുകളിൽ കേന്ദ്രീകരിച്ചപ്പോൾ അതിദരിദ്ര വിഭാഗങ്ങളെയും എല്ലാ വിഭാഗങ്ങളിലെയും സ്ത്രീകളെയും ഒപ്പം നിർത്തി നിതീഷ് വഴി എളുപ്പമാക്കി. ലാലു പ്രസാദ് യാദവ് കളം വിട്ടതും മകൻ തേജസ്വിക്ക് അച്ഛന്റെ പാരമ്പര്യം പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിയാതെ പോയതും സൗകര്യപൂർവ്വം BJPയുമായി സഖ്യമുണ്ടാക്കിയതും നിതീഷിന് ആത്മവിശ്വാസം കൂട്ടി. ഇത്തവണയും BJPയാണ് മുന്നണിയിൽ ഒറ്റകക്ഷിയെങ്കിലും നിതീഷിനെ മുഖ്യമന്ത്രിയാക്കിയല്ലാതെ മുന്നോട്ടു പോകാൻ മുന്നണിക്ക് കഴിയില്ല. അങ്ങനെ തുടർച്ചയായി 5ാം തവണയും പട്നയുടെ നായകനായി നിതീഷ് കുമാർ വാണരുളുന്നു. ആവനാഴിയിൽ ആയുധങ്ങളൊന്നും ബാക്കിയില്ലാതെ എതിരാളികൾ നിഷ്പ്രഭമാകുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. എതിരാളികളെ നിഷ്പ്രഭമാക്കിയ പ്രകടനമാണ് തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം കാഴ്ചവെച്ചത്. 199
സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. 200 കടക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നു. മുഴുവൻ ഫലപ്രഖ്യാപനവും ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടിയാകും കമ്മീഷൻ സൈറ്റിൽ തന്നെ പ്രഖ്യാപിക്കുക. അതുകൊണ്ട് തന്നെ 200ലേക്ക് എത്തുമോ? 199ലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യ സഖ്യം, മഹാസഖ്യം 38 സീറ്റിലാണ് ആകെ മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയ തിരിച്ചടി, വലിയ നാണക്കേട്, വലിയ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ മഹാസഖ്യം ബീഹാറിൽ തുടരുന്നത്. വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നതിന്റെ ആഘോഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് NDA. അങ്ങനെ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ NDA വീണ്ടും അധികാരത്തിലേക്ക് അടുക്കുന്നു. ഒപ്പം തന്നെ അധികാരം പിടിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ നിതീഷ് കുമാർ 5ാം തവണയും മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നെടുക്കുന്നതാണ് കാണുന്നത്. വലിയ തിരിച്ചടി മഹാസഖ്യം നേരിടുന്നു. കോൺഗ്രസ് ഒറ്റ സംഖ്യയിൽ ഒതുങ്ങുന്നു. RJD മത്സരിച്ചിടങ്ങളിലെല്ലാം വലിയ തിരിച്ചടി നേരിടുന്നു. നേരെ പകുതിയിലേക്ക് സീറ്റ് കഴിഞ്ഞ 2020 നേടിയ സീറ്റിൽ നിന്ന് പകുതിയായി കുറഞ്ഞിരിക്കുന്നു. വലിയ തിരിച്ചടി RJDയും നേരിടുന്നത് തന്നെയാണ് കാണുന്നത്. സുമോദിലേക്കാണ്. സുമോദ്, 5ാം തവണയും മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നെടുക്കുന്നു. അത്രയും വർഷം ഭരണം നടത്തുന്ന ഒരാൾക്കെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. പക്ഷേ ഇപ്പോൾ സുമോദടക്കം പറയുന്നത് പോലെ തന്നെ ഒരു സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച പ്രത്യേക പദ്ധതി, അവർക്കായി പ്രഖ്യാപിച്ച ധനസഹായം, ഇതുകൊണ്ട് മാത്രം ഈ ഒരു ഭരണവിരുദ്ധ വികാരത്തെ നേരിടാൻ കഴിഞ്ഞു എന്നുള്ളത് അവിശ്വസനീയമാണ്. അതോ സ്വന്തം പേരിലൊരു അഴിമതിയൊന്നും ആരോപണമൊന്നും ഏൽക്കാതെ സ്വന്തം പ്രതിച്ഛായ കൂടെ കളങ്കമാക്കാതെ നോക്കിയ നിതീഷ് കുമാറിനുള്ളൊരു പ്രതിച്ഛായയ്ക്ക് ലഭിച്ച ഒരു സമ്മാനമാണോ? അതോ സ്ത്രീകളുടെ വോട്ട്, അത് നമുക്കറിയാം ബീഹാറിലേക്ക് വരുമ്പോൾ കൂടുതൽ മെജോറിറ്റി സ്ത്രീകൾ തന്നെയാണ് അവിടെ വോട്ടർമാരായുള്ളത്. അവരുടെ വോട്ട് പിന്തുണച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ ഘടകങ്ങൾ അവിടെ നിതീഷ് കുമാറിന് തുണച്ചിട്ടുണ്ട്? ഒരാൾക്ക് ഒരു മാസം ലഭിക്കുന്നതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു 10 ഇരട്ടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്താൽ സ്വാഭാവികമായി എന്താണ് സംഭവിക്കുക? ബീഹാറിൽ നമ്മൾ യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ മീഡിയ വണ്ണോട് തന്നെ ചില സ്ത്രീകൾ, അത് പാടത്ത് തൊഴിലെടുക്കുന്ന സ്ത്രീകൾ പറഞ്ഞതാണ് അവർക്ക് 50 രൂപയാണ് കിട്ടുന്നതെന്ന്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ നിൽക്കുകയാണ്. അവിടെ ശൗചാലയമില്ല, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും ഇതൊരു വലിയ ഘടകമായി. കാര്യം സ്ത്രീകൾ പലപ്പോഴും വീടിന് പുറത്തിറങ്ങുമ്പോൾ മുഖം മറച്ച് തന്നെയാണ് അവർ പോകുന്നത്. ഈ സ്ത്രീകൾക്ക് ഒരു വസതിയിൽ തന്നെ പലരുടെയും നമ്മുടെ പേര് ചോദിക്കുമ്പോൾ പോലും ഭർത്താവിൻ്റെ പേരാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ അച്ഛൻ്റെ പേരാണ് പറയുന്നത്. പ്രായമുള്ള സ്ത്രീകളാണെങ്കിൽ പേര് ചോദിക്കുമ്പോൾ മകൻ്റെ പേരാണ് പറയുന്നത്. അങ്ങനെ ഒരു അസ്തിത്വമില്ലാതെ സ്ത്രീകൾ തന്നെ വിശ്വസിക്കുന്ന ആ നാട്ടിൽ അവരുടെ അക്കൗണ്ടിലേക്ക് തുക വരുമ്പോൾ അവർക്ക് വീട്ടിൽ ഒരു വില കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ ഈ തരത്തിലുള്ള ഒരു നേട്ടം നിതീഷ് കുമാറിന് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ അതുകൊണ്ട് അതിനെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണം സംഘടിപ്പിക്കാൻ, അതായത് ഈ നമ്മളുടെ ആളുകൾ പുറത്തേക്ക് പോകുമ്പോൾ മുംബൈയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഫാക്ടറികളില്ല. കാര്യം കാട്ടുഭരണമാണ് നടന്നത് എന്ന് ഒരു 15 വർഷം മുമ്പുള്ള 20 വർഷം മുമ്പുള്ള ഒരു ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും അന്ന് ജനങ്ങൾക്ക് തൊഴിലുണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനോ കൃത്യമായ ഒരു പ്രചരണ വേല സംഘടിപ്പിക്കാനോ ഇന്ത്യ മുന്നണിക്ക് അവിടെ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല അതുവരെ 400 രൂപയായിരുന്നു പെൻഷൻ ഉണ്ടായിരുന്നത്. 1500 രൂപ പെൻഷൻ എന്ന ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ നിതീഷ് കുമാർ അത് 1100 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഈ തരത്തിലുള്ള ഒരു ജനകീയ പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ ഈ നേരത്തെ BJP ആണെങ്കിൽ ഫ്രീ ബീസ് എന്ന് പറഞ്ഞ് ഇതിനെല്ലാം ഒരു കണ്ണടച്ച് എതിർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഒരു വോട്ട് ബാങ്കായി സ്ത്രീകളെ രൂപീകരിക്കുന്നതിൽ നിതീഷ് കുമാർ വിജയിച്ചു എന്ന് തന്നെ പറയാം. കാര്യം നേരത്തെ മധ്യപ്രദേശിലും ഇത് തന്നെയായിരുന്നു സംഭവിച്ചത്. മധ്യപ്രദേശിൽ സർവേ നടത്തിയ പലരും പറഞ്ഞു അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു. ശിവരാജ് സിംഗ് ചൗഹാൻ തുടർച്ചയായി മുഖ്യമന്ത്രിയാകുന്നതിൽ വലിയ തരത്തിലുള്ള അസ്വസ്ഥത ആളുകൾക്കുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നു. ഇവിടെ ഭരണവിരുദ്ധ വികാരം മഹാരാഷ്ട്രയിലുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നു. പക്ഷേ ഈ 2 സംസ്ഥാനങ്ങളിലും നടത്തിയ പഠനമനുസരിച്ചാണെങ്കിൽ മഹിളാ ലാഡ്ലി പദ്ധതി എന്ന് പറഞ്ഞ് ഈ മഹിളകളിലേക്ക് കൂടുതൽ സ്ത്രീകൾക്ക് 2000 രൂപ വെച്ചുള്ള ഒരു പദ്ധതിയായിരുന്നു അവർ നടപ്പാക്കി. ഈ 2 സംസ്ഥാനങ്ങൾ നടപ്പാക്കിയത്. അവർ വിജയത്തിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് ഇവിടെ 10000 രൂപ നൽകുന്നത്. ഈ 10000 രൂപ നൽകുന്നത് ഒരു വായ്പയാണെന്നും നിങ്ങൾ തിരിച്ചടക്കേണ്ട എന്നുള്ള ഒരു പ്രചരണ വേല ആദ്യഘട്ടത്തിൽ ഇന്ത്യ മുന്നണി നടത്തിയെങ്കിൽ പോലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. അതുപോലെ തന്നെ ഈ ഇന്ത്യ സഖ്യത്തിലെ ഒരു കോർഡിനേഷൻ ഇല്ലായ്മ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ ചില സീറ്റുകളിലേക്ക് തോറ്റിരിക്കുന്നത്, പരസ്പരം ഈ സൗഹൃദ മത്സരം നടത്തിയിരിക്കുന്ന പല സീറ്റുകളിലേക്കും ഇന്ത്യ മുന്നണി തോറ്റിട്ടുണ്ട്. അവിടെയൊന്നും കൃത്യമായിട്ടൊരു കോർഡിനേഷനോ ഒരു നയിക്കാൻ
നയിക്കാനൊരു കൃത്യമായ ഒരു നേതാവോ ഒന്നും ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു നിതീഷ് കുമാറിനെ പോലെ ഒരു തലപ്പൊക്കമുള്ള ഒരു നേതാവിന് പറ്റുന്ന ഒരു എതിരാളിയാണ് തേജസ്വി യാദവ് എന്നുള്ളൊരു കാര്യം ബീഹാറുകാർക്ക് പോലും തോന്നിയില്ല. കാര്യം ബീഹാറി പ്രദേശ് എന്നറിയപ്പെടുന്ന രണ്ട് നേതാക്കന്മാരാണ് മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ ഉയർന്നു വന്ന നേതാക്കന്മാരായിരുന്നു. അവർക്ക് ആ തരത്തിലുള്ള മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭം രാജ്യത്തെങ്ങും അലയടിച്ചിരുന്നപ്പോൾ OBC-ക്കാർക്ക് കൂടുതൽ സൗജന്യങ്ങൾ വേണം, കൂടുതൽ നേട്ടങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്, കൂടുതൽ സംവരണം എന്ന് ഉയർന്നു വന്ന നേതാക്കന്മാരായിരുന്നു രാംവിലാസ് പാസ്വാൻ, ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ തുടങ്ങിയ നേതാക്കന്മാർ. അപ്പോൾ ബീഹാർ പ്രദേശ് എന്നറിയപ്പെടുന്നത് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറുമാണ്. ഈ രണ്ട് നേതാക്കന്മാരാണ് ഈ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ബീഹാർ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ നിലയിലേക്ക് ഉയരാനോ നിതീഷ് കുമാർ എടുത്ത് ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്ക് കൃത്യമായ ഒരു മറു ആയുധം ഉപയോഗിക്കാനോ തത്സമയം തേജസ്വി യാദവിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഈ പരാജയത്തിന് പ്രധാനപ്പെട്ട ആക്കം കൂട്ടുന്നത്. സുബോധ്, ഇത്തവണ ഒരുപക്ഷെ JDUവിന്റെ വിജയത്തിന് മറ്റൊരു തിളക്കം കൂടിയുണ്ട്. ഏറ്റുമുട്ടി ഇല്ലാതാക്കാൻ വേണ്ടി RJD ഒരുമ്പിട്ടിറങ്ങിയ ഒരു മത്സരമായിരുന്നു. ഒപ്പം നിന്ന് കെട്ടിപ്പിടിച്ചു പുണർന്ന് ശ്വാസം മുട്ടിക്കാൻ BJP ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടിക്കുള്ളിലെ വലിയേട്ടനാവുക എന്നുള്ളതായിരുന്നു BJPയുടെയും JDUവിന്റെയും ലക്ഷ്യം. അക്കാര്യത്തിൽ JDU വലിയ രീതിയിൽ BJPയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും JDU വളരെ സെക്യൂർഡായ ഒരു പൊസിഷനിൽ നിൽക്കുന്നു നിലവിൽ. ജിൽസി, അതിൽ ഒരു ചെറിയ സംഭവം കൂടിയുണ്ട്. കാര്യം ഈ 2020 വോട്ടെടുപ്പിൽ JDUവിന് ഏറ്റവും കൂടുതൽ സീറ്റ് കുറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം JDUവിൻ്റെ സീറ്റുകൾ തെരഞ്ഞുപിടിച്ച് ഏതൊക്കെ സമുദായത്തിലെ നേതാക്കന്മാരെയാണോ സ്ഥാനാർത്ഥികളെയാണോ അവർ നിർത്തിയിരിക്കുന്നത് അതേ സമുദായത്തിലെ സ്ഥാനാർത്ഥികളെ തന്നെ രാംവിലാസ് പാസ്വാന്റെ മകനായിട്ടുള്ള ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തിൻ്റെ LJP സ്ഥാനാർത്ഥികളായി നിർത്തിയിരുന്നു. അങ്ങനെ 24 ലക്ഷം വോട്ടാണ് പല സ്ഥലത്തു നിന്നായി അദ്ദേഹം കട്ട് ചെയ്ത് മാറ്റിയത്. അതോടുകൂടി തന്നെയാണ് കഴിഞ്ഞ തവണ ഇദ്ദേഹത്തിന് നിതീഷ് കുമാറിന് ഒരു അർഹമായ വോട്ടുകൾ കിട്ടാതെ വന്നു എന്നുള്ളൊരു പരാതി അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല നിതീഷ് കുമാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ വലിയ തരത്തിലുള്ള ഒരു സാമൂഹ്യ മാറ്റത്തിന് വിധേയമാക്കുന്ന കാര്യങ്ങൾ നടന്നിരുന്നു. അതായത് OBC, ദളിത്, ന്യൂനപക്ഷങ്ങൾ, അപ്പർ കാസ്റ്റ് എന്ന രീതിയിലാണ് സാധാരണ ഇന്ത്യയിലെമ്പാടും ജാതി മത തിരിവുകളുള്ളത്. പക്ഷേ അവിടെ ജാതി വിഭാഗത്തിൽ അതിദാരിദ്ര്യ വിഭാഗത്തിനെ പ്രത്യേകം എടുത്ത് ആ അതിദാരിദ്ര്യ വിഭാഗമുള്ള അതിദളിതർ എന്നുള്ള ഒരു പ്രത്യേക വിഭാഗത്തെ കണ്ടെത്തുകയും അവർക്ക് കൂടുതൽ ആനുകൂല്യവും കൂടുതൽ ജോലി നൽകുകയും സംവരണം നൽകുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ ആനുകൂല്യം നൽകുകയും ചെയ്ത് അങ്ങനെ ഒരു സമുദായത്തിൻ്റെ വിഭാഗങ്ങൾ, പല സമുദായങ്ങളെ കൂട്ടിയിണക്കി, അതും യാദവ ഇതര സമുദായങ്ങളെ കൂട്ടിയിണക്കി അവരുടെ ഒരു ചാമ്പ്യനായി നിൽക്കാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞു. മാത്രമല്ല ഈ മദ്യനിരോധനം അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് നടപ്പാക്കിയത്. അത് സ്ത്രീകൾക്ക് വലിയ തരത്തിലുള്ള ആശ്വാസം കുടുംബങ്ങളിൽ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഈ പല പഠനങ്ങളിൽ നിന്നും തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2005 അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം 2010 തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ വൻപിച്ച ഭൂരിപക്ഷത്തിലൂടെയാണ് ബീഹാർ ജനത നിതീഷ് കുമാറിനെ വീണ്ടും തെരഞ്ഞെടുക്കുന്നത്. ആ 2000 പോലെ തന്നെ ഉള്ള ഒരു വലിയ വിജയം തന്നെയായിരിക്കും ഈ 2025 സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് JDU നേതാക്കന്മാർ പറഞ്ഞിരുന്നത്. കാര്യം സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ കൃത്യമായിരുന്നു. ഇടഞ്ഞു നിന്ന പാസ്വാന്റെ പാർട്ടിയെ, ചിരാഗ് പാസ്വാന്റെ പാർട്ടിയെ ഒപ്പം കൂട്ടാൻ പറ്റി. അതേപോലെ തന്നെ ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിയെ അതും മാറി നിന്നാണ് മത്സരിച്ചിരുന്നത്, അവരെ ഒപ്പം കൂടാൻ പറ്റി. ജിതൻ റാം മഞ്ചി എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാക്കിയതിന് ശേഷം പിന്നീട് അദ്ദേഹവുമായി ഇടഞ്ഞു നിന്നിരുന്ന ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച പാർട്ടിക്ക് അവർക്ക് കുറച്ച് സീറ്റ് അവരെയും കൂടെ നിർത്താൻ പറ്റി. അങ്ങനെ ഈ പരസ്പരം പോരടിക്കുന്നവരെ പോലും ഒരുമിച്ച് നിർത്തി കൃത്യമായ സീറ്റ് വിഭജനം നടത്തിയാണ് നിതീഷ് കുമാറും BJPയും മുന്നോട്ട് പോയത്. അങ്ങനെ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഇതോടൊപ്പം തന്നെയുള്ള ഈ ജനപ്രിയ പദ്ധതികളുടെ പ്രഖ്യാപനം ഇതുകൂടി കൂടിയപ്പോഴാണ് ഒരു വിജയത്തിലേക്ക് നയിച്ചത്. ഇതുകൂടാതെ നരേന്ദ്രമോദിയും അമിത്ഷായാണെങ്കിൽ 56 യോഗങ്ങളാണ് അവിടെ സംബന്ധിച്ചത്. ഈ കർഷകർ തമ്മിലുള്ള ഒരു തർക്കം തീർക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബീഹാറിൽ പറന്നിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും തമ്മിലുള്ള തർക്കം തീർക്കുന്നത് അവിടെ അമിത്ഷാ നേരിട്ട് വന്ന് ഇറങ്ങിയിട്ടാണ്. അതേസമയം ഇവിടെ ഇന്ത്യ മുന്നണിയിലെ തർക്കം, കോൺഗ്രസും RJDയും തമ്മിലുള്ള തർക്കം തീർക്കുന്ന സമയത്ത് പറന്നിറങ്ങേണ്ട രാഹുൽ ഗാന്ധി ആ സമയത്ത് ഇന്ത്യയിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പല ഘടകങ്ങളാണ് കോൺഗ്രസിൻ്റെയും RJDയുടെയും തോൽവിയിലേക്കും JDUവിൻ്റെയും BJPയുടെയും വിജയത്തിലേക്കും നയിച്ചത്.
യെസ്, എന്തായാലും വലിയ തിരിച്ചടി അവിടെ കോൺഗ്രസും RJDയും നേരിട്ടു എന്നുള്ളത് കൂടിയാണ്. എന്തായാലും കൃത്യമായ പ്ലാനിങ്ങോടെ നടത്തിയ പദ്ധതികൾ അവിടെ പൂർണ്ണമായ വിജയത്തിലെത്തിക്കാൻ NDA സഖ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും JDUവിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെ അവർ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. അതിന്റെ ഒരു ഫലം ബീഹാർ റിസൾട്ടിൽ കാണാനുമുണ്ട് എന്നുള്ളത് കൂടിയാണ്. സജു തോമസ് കൂടിയുണ്ട്. സജു, ഇതിലേറ്റവും പ്രധാനം ഇടത് പാർട്ടികൾ കഴിഞ്ഞ തവണ 12 സീറ്റുകളിൽ വിജയിച്ചിരുന്ന ഇടത് പാർട്ടികൾ ഇപ്പോൾ 7 സീറ്റുകളിൽ മാത്രമാണ് CPIM അടക്കമുള്ള പാർട്ടികൾ ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിലൊരു വിരോധാഭാസമുള്ളത് ഇടത് കോട്ടകളിൽ പല സീറ്റുകളിലും ലീഡ് ചെയ്യുന്നത് BJP ആണ് എന്നുള്ളത് കൂടിയാണ്. ജിൽസി, അത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇടതു പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് CPIM ആണ്. CPIM കഴിഞ്ഞ വർഷത്തെക്കാളും മെച്ചമുണ്ടാക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ ഈ നമ്മൾ പ്രചരണ മുഖത്തേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയത്. പക്ഷേ അതിന് വിപരീതമായിട്ടാണ് ഫലം വന്നിരിക്കുന്നത്. ഈ മേഖലകളിൽ പോലും BJPക്ക് മേൽക്കൈ നേടിയെന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ അത് ഏറ്റവും പ്രധാനം നമ്മൾ കാണേണ്ട. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ 2010 ട്രെൻഡ് തന്നെ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇപ്പോൾ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് മഹാരാഷ്ട്രയ്ക്ക് സമാനമായി തന്നെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്നു, ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ ഈ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അത് വോട്ടർമാർ കൃത്യമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബീഹാറിലെ ജനങ്ങളുടെ ശോചനീയാവസ്ഥ തന്നെയാണ്. അവരുടെ വീടുകളുടെ അവസ്ഥ, അവരുടെ ഗ്രാമങ്ങളുടെ അവസ്ഥ, അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട്. അങ്ങനെ ഈ പ്രശ്നങ്ങൾ നേരിടുന്ന മനുഷ്യർക്കുടെ അക്കൗണ്ടിലേക്ക്, അതുപോലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ നൽകുക എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു ഉപകാരമാണ് അവർക്ക്. പ്രത്യേകിച്ച് 3 കോടിയിലധികം ജനങ്ങളാണ് അവിടെ പുറത്തുള്ളത്. ഈ പുറത്തുള്ള 3 കോടിയിലധികം യുവാക്കളും അതോടൊപ്പം തന്നെ അതായത് പുരുഷന്മാരാണ് മറ്റു സംസ്ഥാനങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ നൽകുക എന്ന് പറയുമ്പോൾ അവിടെ ആകെ ഒരു മാസം തൊഴിലെടുത്താൽ അവർക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന പൈസ അല്ലെങ്കിൽ കിട്ടുന്ന പൈസ പലരും നമ്മുടെ അടുത്ത് പറഞ്ഞത് 5,000-6,000 രൂപയാണ്. ഒരു മാസം 8-9 മണിക്കൂർ വെച്ച് പണിയെടുക്കുമ്പോൾ ഒരു മാസം അവർ കിട്ടുന്നത് 5,000-6,000 രൂപ. നമുക്ക് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ ഒറ്റ തവണയായിട്ട് 10,000 രൂപ വരിക എന്ന് പറയുന്നത് അവർക്ക് പ്രതീക്ഷിച്ചതിനപ്പുറമാണ്. അവർക്ക് BJP കൊടുത്ത വാഗ്ദാനം അവർ പാലിച്ചു. ആദ്യ 2 മാസത്തെ ഗഡു അവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഇനിയും തുടരും. അല്ലെങ്കിൽ ഇതിലും വലിയ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതെന്തായാലും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ പ്രചരണങ്ങൾക്കുപരിയായിട്ട് അവിടുത്തെ ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ RJD പരാജയപ്പെട്ടു. ആ പരാജയമാണ് ഈ ദയനീയ തോൽവിയിലേക്ക് മഹാസഖ്യത്തെ അവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇടതു പാർട്ടികൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ CPI, CPM, CPIML ഇതിൽ ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു പാർട്ടി എന്ന് പറയുന്നത് CPIML ആണ്. CPIMLന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. 4 സീറ്റുകൾ വീതമാണ് CPIM-ഉം അതുപോലൊപ്പം തന്നെ CPIM മത്സരിച്ചത്. പക്ഷേ ഫലം വരുമ്പോൾ അവർക്കൊന്നും ഒരു സീറ്റുകൾ പോലും നേടാനോ എങ്ങും ലീഡ് ചെയ്യാനോ ആയിട്ടില്ല. ഫലം വരുമ്പോൾ 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് CPIML ആണ്. ആ ഒരു സ്ഥിതി തുടരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചത് തന്നെയാണ്. BJP അല്ലെങ്കിൽ NDA സർക്കാർ മുൻപോട്ട് വെച്ച ജനകീയ വിഷയങ്ങൾ അത് ജനങ്ങൾ ഏറ്റെടുത്തു. അവർക്ക് ലഭിച്ച ഫ്രീ ബീസ് അതവർ ഉപയോഗപ്പെടുത്തി അവർ BJPക്കും NDAക്കും വോട്ട് നൽകി. യെസ്, എന്തായാലും ബീഹാറിൽ ഇടത് പാർട്ടികൾ കൂടി കനത്ത തിരിച്ചടി നേരിടുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടേക്കും ഇടത് പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ BJP വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കുന്നു, മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടിയാണ് ബീഹാറിൽ നിന്ന് വരുന്നത്. ബീഹാറിൽ SIR ഉപയോഗിച്ച് നടത്തിയ ഗൂഢാലോചന പുറത്തു വന്നുവെന്നാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആരോപിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് അനുവദിക്കില്ല. BJP ഒരു പാർട്ടിയല്ലെന്നും വഞ്ചകരുടെ കൂട്ടമാണെന്നും അഖിലേഷ് യാദവ് വിമർശിച്ചു. ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഇടത് പാർട്ടികളുടെ പ്രകടനത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ മീഡിയ വണിനോട് പറഞ്ഞു. We will analyze the reasons for such a verdict, how it happened, how it impacted the voting, vote chori, then SIR, all such things. We will have to analyze. മറ്റു വാർത്തകളിലേക്കാണ്. പ്രമാദമായ പാലത്തായി പോക്സോ കേസിൽ BJP നേതാവും അധ്യാപകനുമായ K. പത്മരാജൻ കുറ്റക്കാരൻ. ബലാത്സംഗം, പോക്സോ അടക്കമുള്ള വിവിധ വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് തലശ്ശേരി ജില്ലാ പോക്സോ കോടതി കണ്ടെത്തി. രക്ഷിതാവാകേണ്ട അധ്യാപകനിൽ നിന്നും നേരിട്ട ദുരനുഭവം കുറ്റത്തിന്റെ കാഠിന്യം കൂട്ടുന്നതായി കോടതി നിരീക്ഷിച്ചു. പത്മരാജനുള്ള ശിക്ഷ നാളെ വിധിക്കും.
2020 ജനുവരി മാസമാണ് 4ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിയെ അധ്യാപകൻ പീഡിപ്പിച്ചത്. സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. പീഡനം നടന്ന തീയതി സംബന്ധിച്ച കുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടി ലോക്കൽ പോലീസ് തള്ളിയ കേസിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് പോക്സോ കോടതി വിധിച്ചത്. രക്ഷിതാവാകേണ്ട അധ്യാപകനിൽ നിന്ന് നേരിട്ട ദുരനുഭവം കുറ്റത്തിന്റെ കാഠിന്യം കൂട്ടുന്നതായി കോടതി നിരീക്ഷിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബലാത്സംഗവും പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തിയത്. പോക്സോ ആക്ട് പ്രകാരമുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ വരികയും അതിന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് ആ കുഞ്ഞിന് സഹിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ നീതിയാണ് ഇത് എന്നാണ് ഈ ഒരു ജഡ്ജ്മെന്റിനെ പറ്റി പറയാനുള്ളത്. ലോക്കൽ പോലീസിന് പിന്നാലെ ക്രൈംബ്രാഞ്ചും കുട്ടിക്കെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഒടുവിൽ കുടുംബം നടത്തിയ നിയമ പോരാട്ടത്തെ തുടർന്നാണ് കേസിൽ നിർണായകമായത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കുറ്റപത്രം നൽകിയത്. നമ്മൾ തളിപ്പറമ്പ് ഡിവൈഎസ്പി ആയിരുന്ന ടി.കെ. രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ടാണ് അദ്ദേഹമാണ് ഈ കേസിൽ വളരെ മാന്യമായ അന്വേഷണം നടത്തുകയും ഇതിൽ യഥാർത്ഥ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ട് ആ ഒരു സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറേണ്ട് ഈ വിഷയത്തിൽ. 2020 മെയ് മാസം തുടങ്ങിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ബി.ജെ.പി. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായ കുനിയിൽ പത്മരാജൻ കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തിയത്. ഹൈക്കോടതി ജാമ്യത്തിൽ ഉണ്ടായിരുന്ന പ്രതിയെ കോടതി ഇന്ന് ജയിലിലേക്ക് അയച്ചു. മീഡിയ 1 കണ്ണൂർ. ശശി തരൂർ MP തലമറന്നെണ്ണ തേക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. LK അദ്വാനിയെ പുകഴ്ത്താൻ വേണ്ടി കോൺഗ്രസിന്റെ നേതാക്കളെ ശശി തരൂർ ഇകഴ്ത്തി കാണിച്ചു. നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് തരൂർ വന്നത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് തരൂർ മാറി നിൽക്കണമെന്നും MM ഹസൻ പറഞ്ഞു. ബിജെപിയുടെ നേതാവ് അദ്വാനിയെ പുകഴ്ത്താൻ അദ്ദേഹം അവിടെ ഇകഴ്ത്തിയതാരെയ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധി. വാസ്തവത്തിൽ തലമുറ നയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എനിക്ക് അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥനയുള്ളൂ. നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് വന്നതും ഈ സ്ഥാനമാനങ്ങളിൽ അദ്ദേഹം ഒരു സമൂഹത്തിനോ രാജ്യത്തിനോ വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ചൊരിയാത്ത ഒരാളാണ്. ഈ നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന് ഇവിടേക്കെല്ലാം എത്തി. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ LDF-ൽ കേരള കോൺഗ്രസ് എമ്മും CPM-ഉം 9 സീറ്റുകളിൽ വീതം മത്സരിക്കാൻ ധാരണ. ഒരു സീറ്റിൽ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനം. സീറ്റ് വേണമെന്ന ലീഗിന്റെ ആവശ്യത്തിൽ തട്ടി UDF-ൽ തീരുമാനം വൈകുകയാണ്. ഇന്ന് വൈകിട്ട് വിഷയം ചർച്ച ചെയ്യാൻ UDF ജില്ലാ നേതൃയോഗം ചേരും. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ പുതുതായി തലനാട് ഡിവിഷൻ രൂപീകരിച്ചതോടെ LDF-ലും UDF-ലും സീറ്റിനായി പാർട്ടികൾ അവകാശവാദം ഉയർത്തിയിരുന്നു. LDF-ൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം CPM അംഗീകരിച്ചു. എന്നാൽ കേരള കോൺഗ്രസിന് തങ്ങളെക്കാൾ സീറ്റ് കൂടുന്നത് ഒഴിവാക്കാൻ അയർക്കുന്നം ഡിവിഷനിൽ പൊതുസ്വതന്ത്രം എന്ന നിർദ്ദേശം CPM മുന്നോട്ട് വെച്ചു. ഫോർമുല കേരള കോൺഗ്രസ് സമ്മതിച്ചു. ഇതോടെ ഇക്കുറി CPM 9, കേരള കോൺഗ്രസ് 9, CPI 4, ഒരു സീറ്റിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് LDF സീറ്റ് വിഭജനം. അതേസമയം പൊതുസ്വതന്ത്രൻ പാർട്ടി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയാണെന്ന് കേരള കോൺഗ്രസ് എം അവകാശപ്പെടുന്നു. ഇതിനിടെ തർക്കത്തെ തുടർന്ന് നീണ്ടുപോകുന്ന സീറ്റ് വിഭജന പ്രതിസന്ധി പരിഹരിക്കാൻ UDF ജില്ലാ നേതൃയോഗം വൈകിട്ട് ചേരും. ജില്ലാ പഞ്ചായത്ത് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ലീഗ് നിലപാടാണ് UDF-ൽ പ്രശ്നം. മുന്നണിയിൽ സാമുദായിക പ്രാതിനിധ്യവും ഇതോടെ ഉറപ്പാക്കാമെന്ന് ലീഗ് ചൂണ്ടിക്കാട്ടുന്നു. മാടപ്പള്ളി, കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തുകളിലും ചങ്ങനാശ്ശേരി നഗരസഭയിലും കോൺഗ്രസ് സീറ്റുകൾ കൈയടക്കാൻ ശ്രമിക്കുന്നതിലും ലീഗിന് പ്രതിഷേധമുണ്ട്. പഞ്ചായത്ത് നഗരസഭാ സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും പരാതിയുണ്ട്. അർഹമായ സീറ്റുകൾ ലഭിക്കുന്നില്ലെന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ പരാതി. മീഡിയ 1 കോട്ടയം. കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി UDF-ൽ കലാപം. കോർപ്പറേഷനിലെ സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമാകാതെ UDF-ന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കേണ്ടെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. ഇന്നത്തെ UDF യോഗത്തിലും മുസ്ലിം ലീഗ് നേതൃത്വം പങ്കെടുക്കില്ല. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള K. സുധാകരൻ നടത്തിയ ചർച്ചയിൽ വാരം വെത്തിലപ്പള്ളി ഡിവിഷനുകൾ നൽകാൻ ഏകദേശ ധാരണ ആയിരുന്നു. എന്നാൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഈ നിലപാട് അംഗീകരിച്ചില്ല. 2 ഡിവിഷനുകൾക്ക് പകരം കഴിഞ്ഞ തവണ മത്സരിച്ച 3 ഡിവിഷനുകൾ വിട്ടുനൽകാമെന്ന നിലപാട് ലീഗ് നേതൃത്വം കൈക്കൊണ്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയില്ല. ഇതോടെയാണ് രാത്രി വൈകി ചേർന്ന മുസ്ലിം ലീഗ് ജില്ലാ നേതൃയോഗം UDF-ന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല 2 ഡിവിഷനുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത്, നഗരസഭാ സീറ്റുകളുടെ വിഭജനത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ വിളിച്ചു ചേർത്ത UDF യോഗത്തിലും ലീഗ് പങ്കെടുക്കില്ല. കോൺഗ്രസ് നേതൃത്വം നിലപാട് തിരുത്തുന്നില്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറായേക്കും. മീഡിയ 1 കണ്ണൂർ. കണ്ണൂരിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി വിവാദം രൂക്ഷം. മുൻ ACP TK രത്നകുമാറും ഫസൽ വധക്കേസിൽ CBI പ്രതി ചേർത്ത കാരായി ചന്ദ്രശേഖരനും അടക്കമുള്ളവരെ മത്സരത്തിനിറക്കിയതാണ് വിവാദത്തിനിടയാക്കിയിരിക്കുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അശ്ലീല സന്ദേശം അയച്ചതിന് നടപടി നേരിട്ട മുൻ ഏരിയ സെക്രട്ടറി KP മധുവും മത്സരരംഗത്തുണ്ട്.
നഗരസഭാ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയാണ് വിവാദം ഉയർന്നിരിക്കുന്നത്. UDF ഭരിക്കുന്ന ശ്രീകണ്ഠപുരത്തെ സിറ്റിംഗ് സീറ്റിലാണ് മുൻ ACP TK രത്നകുമാറിനെ CPM സ്ഥാനാർത്ഥിയാക്കിയത്. വിരമിച്ച മാസങ്ങൾക്കുള്ളിലാണ് രത്നകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ മേധാവിയായിരുന്ന രത്നകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. രത്നകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം വിവാദമാകുന്നതിനിടയിലാണ് ഫസൽ വധക്കേസിൽ CBI പ്രതി ചേർത്ത കാരായി ചന്ദ്രശേഖരനെ തലശ്ശേരി നഗരസഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള തീരുമാനം. ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഹൈക്കോടതി വിലക്കിയതിനെ തുടർന്ന് 2015 ചന്ദ്രശേഖരൻ നഗരസഭാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. ഇത്തവണ 16-ാം വാർഡിലാണ് ചന്ദ്രശേഖരൻ ജനവിധി തേടുന്നത്. പയ്യന്നൂർ നഗരസഭയിലെ കണ്ടോത്ത് വാർഡിൽ മത്സരിക്കുന്ന KP മധു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നഗ്ന ഫോട്ടോ അയച്ചതിന്റെ പേരിൽ ഏരിയ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ടയാളാണ്. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ മധുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ അണികൾക്കടക്കം വിമർശനമുണ്ട്. മീഡിയ 1 കണ്ണൂർ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ പരിഹസിച്ച് രമേശ് ചെന്നിത്തല. ആര്യ രാജേന്ദ്രൻ കോഴിക്കോടേക്ക് തിരിച്ചത് നന്നായി. ആര്യയെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവരാൻ ജനങ്ങൾ സമ്മതിക്കില്ല. 5 വർഷം ദുർഭരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പരാജയപ്പെടുന്നതിന് മുമ്പ് മേയർ കോഴിക്കോട്ടേക്ക് തിരിച്ചത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാത്ത നിലയിലാണ് 5 വർഷത്തെ ഭരണമുണ്ടായിരിക്കുന്നത്. ഇനി കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ, അല്ലേ മുരളി? കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ തിരുവനന്തപുരത്തേക്ക് വരാൻ ജനങ്ങൾ സമ്മതിക്കില്ല. കാരണം അത്രയും വലിയ ദുർഭരണമാണ് ഇവിടെ നടന്നത്. ആ പ്രഖ്യാപനം ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റും വൈകാതെ ഉണ്ടാകും. N. വാസുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകാനും SIT തീരുമാനിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഒടുവിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക്. പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ബന്ധുവിന്റെ മരണത്തെ തുടർന്ന് 2 ദിവസത്തെ സാവകാശം തേടിയിരുന്നു. ഇത് പൂർത്തിയായ സാഹചര്യത്തിലാണ് ഉടൻ തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിഞ്ഞിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ പങ്ക് സ്ഥിരീകരിച്ചാൽ ഉടൻ തന്നെ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കും. കേസിലെ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ ജാമ്യാപേക്ഷ ഇന്നലെ പത്തനംതിട്ട ജില്ലാ കോടതി തള്ളിയിരുന്നു. ജയശ്രീയെ വൈകാതെ കസ്റ്റഡിയിലെടുക്കും. ജയശ്രീയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് വിവരം. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ നിർദ്ദേശം നൽകിയത് ജയശ്രീയായിരുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N. വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. വാസുവിനെ ചോദ്യം ചെയ്താൽ സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. മീഡിയ 1 തിരുവനന്തപുരം.